ഹേ ഗുഡ് മോർണിംഗ്. ഇവിടെ വരുമ്പോൾ ഉച്ചക്ക് മുന്നേ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിങ്ങനെ രണ്ട് മൈൻഡിൽ നിൽക്കുകയാണ്. താഴേക്ക് ഇറങ്ങണോ അതോ ഇവിടെ നിന്ന് ജസ്റ്റ് കണ്ടിട്ട് പോയാൽ മതിയോ എന്നുള്ളത്. തനിച്ചേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് പേടി തോന്നുന്നുണ്ട്. അവിടെ തിളങ്ങുന്നത് മുഴുവൻ വവ്വാലാണ്. ഓ, എത്രയാ വവ്വാല്! ശരിക്ക് എന്താ പറയാ, പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്നെ വല്ലാതെ. ഞാൻ അവിടുന്ന് മേലേക്ക് കയറി വന്നു. അങ്ങ് ഏറ്റവും എൻ്റെ വരെ ഞാൻ എത്തി. പക്ഷേ ഒന്നും കാണുന്നില്ല. ഭയങ്കര ഇരുടാണ്. ഫോണിൻ്റെ വെളിച്ചം അതിനെ കൊണ്ട് മാത്രം ഒന്നും ആവില്ലല്ലോ. നല്ല ടയർഡായി. കാരണം ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കമാണ്. ഇങ്ങനെ അതിൽ ഇങ്ങനെ പാറ, അതായത് എന്താ പറയേണ്ടത്, ശരിയായ വഴിയൊന്നുമല്ല. പിന്നെ ആളുകൾ നടന്നിട്ട് ചില സ്ഥലങ്ങളിൽ വഴി പോലെയുണ്ട്. പക്ഷേങ്കിൽ റിസ്ക്കാണ്. റിസ്ക് അല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ടായിരിക്കണം ചിലപ്പോൾ എനിക്ക് ശരിയാണ്, എനിക്കിതിനകത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കുറച്ച് പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു സ്ഥലമൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഒരു 4-5 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. തള്ളല്ല കുമാര, സത്യമാണ്. ഹേ ഗുഡ് മോർണിംഗ്. സോറി, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞിപ്പറമ്പ കേവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി കാണാം. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സാധാരണ ഒരു റോഡ് പോലെയും അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. തൊട്ടടുത്ത് വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന് പെട്ടെന്ന് തോന്നാത്ത ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ മാപ്പിട്ട് വന്നത് കൊണ്ട് മാത്രമാണ് കറക്റ്റ് സ്ഥലത്തെത്തിയത്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു ബോർഡ് കാണാം, പ്രകൃതിയുടെ വരദാനം കുഞ്ഞിപ്പറമ്പ് ഗുഹ. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് വഴിയായ ഒരു സ്ഥലം കാണുന്നുണ്ട്. എന്തായാലും ഈ വഴി ഒന്ന് അങ്ങ് നടന്നു നോക്കാം. ഈ കാണുന്നതാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി നോക്കാം. മുന്നേ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പം കണ്ട ഒരു സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് വരണമെന്ന് ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങോട്ട് വരാനൊരവസരം കിട്ടിയത്. ഇവിടെ നമുക്കിങ്ങനെ ഇറങ്ങി പോകാനുള്ള ചെറിയ കൽപ്പടവുകൾ പോലെയൊക്കെ കാണാം. ഇറങ്ങാനൊരു പേടി തോന്നുന്നല്ലോ. എങ്കിലും പതുക്കെ ഇറങ്ങാം. ഉള്ളിൽ വീഡിയോ എടുക്കാൻ വെളിച്ചമുണ്ടോ എന്നറിയില്ല. എങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് എന്നാണല്ലോ. അത് നല്ലൊരു ഇംപ്രഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ചെറിയ തേനീച്ചയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പറക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതിന് ഫ്ലാഷും കൂടി ഓണാക്കി നോക്കാം. നല്ല ചെത്തുകല്ലാണിത്, പാറയല്ല. ഇത് നമുക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഇവിടേക്കൊരു പൈപ്പ് കണക്ഷനൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. ഹലോ, എനിബഡി ഹിയർ? അമ്പോ, ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ തനിച്ചേ ഉള്ളൂ. ഞാനിങ്ങനെ രണ്ട് മൈൻഡിൽ നിൽക്കുകയാണ്. താഴേക്ക് ഇറങ്ങണോ അതോ ഇവിടെ നിന്ന് ജസ്റ്റ് കണ്ടിട്ട് പോയാൽ മതിയോ എന്നുള്ളത്. തനിച്ചേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് പേടി തോന്നുന്നുണ്ട്. ഞാനെങ്ങാനും മാത്രമേ ഇവിടത്തേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സ്ഥലം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് താഴേക്ക് ഇറങ്ങി നോക്കാം. വഴിയൊക്കെ എങ്ങനെയാണോ എന്തോ.
ഇതൊക്കെ അടിപൊളി സ്ഥലം. ഇത് നാച്ചുറൽ കേവ് എന്നാണ് അവിടെ എഴുതി കാണുന്നത്. എന്ന് വെച്ചാൽ ആരും നിർമ്മിച്ചതല്ല, ഭൂമിയുടെ തന്നെ ഒരു നിർമ്മിതി. അവിടെ ഒരു കുളം പോലെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. അതിലേക്കാണ് ഈ പൈപ്പ് ഇങ്ങനെ പോയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് വെള്ളം മേലേക്ക് വലിക്കുന്നതാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യുന്നതാണോ എന്നറിയില്ല. താഴേക്കിറങ്ങാം. ഇതായിരിക്കും നല്ല വഴി. സ്ലോപ്പാണ്. നിങ്ങൾക്ക് കുറേ ആളുകൾ ചവിട്ടിക്കയറി വന്ന ഒരു ഇതൊക്കെ കാണാം. വച്ചാക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പേടിച്ചിട്ടാ. ആരെങ്കിലും ഉണ്ടോ? എനിബാഡി? അമ്മോ, അടിപൊളി. എന്തായാലും സ്ഥലം വന്നത് വെറുതെ ആയില്ല. അതുപോലെ ഒരു സ്ഥലം. വെള്ളം ഇങ്ങോട്ടേക്ക് വന്ന് സ്റ്റോർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതാണെങ്കിലും ഫോക്കസ് ആവുന്നില്ല. നമുക്ക് അങ്ങ് ദൂരെ ഒരു വെളിച്ചം കാണാം. നോക്കാം. നന്നായിട്ട് പേടി തോന്നുന്നുണ്ട്, എന്നാലും ഇത് രസമല്ലേ. ഇതാണ് കുഞ്ഞിപ്പറമ്പ കേവ്സ്. കുറേ കാലങ്ങൾക്ക് മുന്നേ റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്ന് സേവ് ചെയ്ത് വെച്ചതാണ്. ഇന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഈ റീല് കണ്ണിൽപ്പെട്ടു. അപ്പം വേറെ പണിയൊന്നുമില്ലാതെ ചൊറിയും കുത്തി ഇരിക്കുകയായിരുന്നു വീട്ടിൽ. അപ്പം പിന്നെ ഇങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി. ഇത് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ അല്ലെങ്കിൽ ഇരിട്ടി, ഇത് രണ്ടിനും ഇടയിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ്, ഈ ഒരു ഭാഗമാണ് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പോട്ട്. നമുക്ക് നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്താനും അല്ലെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെയുള്ള പറ്റിയ നല്ലൊരു സ്ഥലം. ഇവിടുന്ന് താഴേക്ക് പിന്നെയും പോകുന്നുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വരുന്നതിൻ്റെ ബാക്കി പത്രം നമുക്ക് ഇഷ്ടം പോലെ കാണാം. എത്ര നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായാലും ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർ മതി അതൊക്കെ നശിപ്പിക്കാൻ. ഇവിടുന്ന് മേലേക്കുള്ള വ്യൂ ഒന്ന് നോക്കാം. ഇതിൻ്റെ മേലേക്ക് കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്താൽ സെറ്റാകുമായിരുന്നു. പറഞ്ഞിട്ടെന്താ, മറ്റേ കയ്പയില്ലേ വന്നത്. ഇവിടെ കുറച്ച് കുഴി പോലെയൊക്കെയാണുള്ളത്. ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാം. അങ്ങോട്ടേക്കൊരു വഴി പോലെ കാണുന്നുണ്ട്. ഇനിയും താഴേക്ക് ഇറങ്ങണോ എന്നൊരു ശങ്കയുണ്ട്. എന്തായാലും ഇറങ്ങാം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇതുവഴി ഇറങ്ങാം.
സിഗരറ്റിൻ്റെ പാക്കറ്റ്, വെള്ളം, അതുപോലെ അവിടെ ഇവിടെ ബിയറിൻ്റെ കുപ്പിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ അല്ലേ നമ്മുടെ നാട്ടുകാർ നന്നാവാത്ത? ഇത്രയും നല്ലൊരു സ്ഥലമൊക്കെ വെച്ചിട്ട് നശിപ്പിക്കുകയെന്ന് വെച്ചാൽ. വീണ്ടും ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ്, സിമൻ്റ് ചക്കൊക്കെ കാണുന്നുണ്ടല്ലോ അവിടെ. ഇരുടായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്, ഫോക്കസ് ആവുന്നില്ല. ഫോക്കസ് ഔട്ട് കംപ്ലീറ്റ്ലി. ഓക്കെ, അകത്ത് നമുക്ക് സൂക്ഷിച്ചാൽ വവ്വാലിൻ്റെതോ എലിയുടെയോ എന്തിൻ്റെയോ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. എലിയാണോ വവ്വാലാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും താഴേക്കിറങ്ങി നോക്കാം. ഇവിടെ ഒരു വല്ലാത്ത മണമൊക്കെ വരുന്നുണ്ട്. അയ്യോ, എന്തോ വവ്വാലെന്തോ പാറിപ്പോയിട്ടുണ്ട്. തനിച്ചിറങ്ങണോ ഇറങ്ങണോ എന്നെൻ്റെ മനസ്സെന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. ശബ്ദമില്ലാതെ പോകാം. എന്നാലേ അങ്ങോട്ടേക്ക് എവിടെയാ? അയ്യോ, ഇവിടെ വഴി തീർന്നു. ഏകദേശം വവ്വാല് ഏകദേശം ഞാൻ എൻ്റെ എത്തിയെന്നാണ് തോന്നുന്നത്. ഇതെന്നെ കടിക്കുമോ? എൻ്റെ അടുത്ത് തന്നെ വന്ന് പറക്കുന്നുണ്ട്. ഇരുടായതുകൊണ്ട് വീഡിയോസ് ഇങ്ങനെ ക്ലാരിറ്റി ഇല്ല, ഫോക്കസ് ആവുന്നില്ല, ഫോക്കസ് ഔട്ടാണ്, അങ്ങനെയൊക്കെയാണ്. ഇവിടെ വീണ്ടും അങ്ങോട്ടേക്ക് വഴി പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടേക്ക് വല്ലാത്ത മണം. എനിക്ക് തോന്നുന്നേ വെള്ളം അടിച്ചിട്ട് വാള് വെച്ചൊക്കെയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ഒരു സുഖമില്ലാത്ത സ്മെല്ല്. ഗുഹയുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് നിൽക്കുന്നതോടെ ഇരുടിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ക്ലാരിറ്റി, അതുപോലെ സൂമിങ് അല്ല, ഫോക്കസിങ് ഒക്കെ ഔട്ടാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വീഡിയോ എടുക്കുന്നത് ഞാനിവിടെ വെച്ച് നിർത്തിയിട്ട് കുറച്ചൊന്ന് മുന്നിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം, അതായിരിക്കും ബെറ്റർ. അല്ലാതെ വെറുതെ ഇരുട് മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഈ പാറയുടെ മേലെ ഒന്ന് കയറി നോക്കട്ടെ, എന്നാൽ ഏകദേശം അറിയാം എന്താണ് ഇവിടെയൊക്കെ ഉള്ളതെന്ന്. വീണ്ടും എൻ്റെ മനസ്സെന്നോട് പറയുന്നു തിരിച്ചു പോകാമെന്ന്. ഇത് പിന്നെയും മുന്നിലേക്കുണ്ട് കേട്ടോ വഴി. ഗുണമൊക്കെ വാങ്ങാനാണോ അത്? എന്തായാലും ഞാനൊന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങി നോക്കട്ടെ. വീഡിയോയിൽ എന്തായാലും ഒന്നും തെളിയുന്നൊന്നുമില്ല, അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. എന്താ തിരിച്ച് വരികയാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കിടക്കുന്നുണ്ടാവും. ഇവിടെയൊക്കെ തീർത്തും ഇരുടായി. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തേക്ക് കാണുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അത് കാണുമ്പോൾ കുറച്ചൊരു ഭയമൊക്കെ തോന്നുന്നുണ്ട്. അവിടെ പൊന്തിയിരിക്കുന്ന പാറയും അതിൻ്റെ കല്ലുകളൊക്കെ കണ്ടിട്ട് ആരൊക്കെ നിൽക്കുന്നത് പോലെയോ എന്തൊക്കെയൊക്കെയോ തോന്നുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ ഒരു 3-4 പേര് ചേർന്നിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ഭംഗി. അതുപോലെ നല്ല പവറുള്ള ലൈറ്റുകളോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. എന്നാൽ മാത്രമേ ഇതിനകം വ്യക്തമായിട്ട് കാണാനോ ഇതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അവിടെ തിളങ്ങുന്നത് മുഴുവൻ വവ്വാലാണ്.
ഓ എത്രയാ വവ്വാല്. ഇത് ശരിക്ക് എന്താ പറയാ, പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്നെ വല്ലാതെ. എത്രയാ വവ്വാലുകൾ. ആ കണ്ണിലേക്ക് ടോർച്ച് അടിക്കുമ്പോൾ ആ തിളങ്ങുന്ന തിളങ്ങൽ. ഞാൻ പിന്നെ അവിടെ നിന്ന് താഴേക്ക് കുറേ ഇറങ്ങി വന്നു കേട്ടോ. ഇവിടേക്കൊന്നും ഇപ്പം തീരെ വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. ഒരു വസ്തു കാണാനുള്ള ശേഷിയില്ല. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ടുള്ള ആരെങ്കിലൊക്കെ തപസ്സിരിക്കാനൊക്കെ വന്നതായിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ തട്ടിവിടാം. ആൾക്കറിയാം എന്താണെന്നുള്ളത്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് വലിയൊരു ഇറക്കം പിന്നെയും താഴേക്ക് കാണുന്നുണ്ട്. ഞാനെന്തായാലും ഇവിടെ വെച്ച് ഇറങ്ങുന്നത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവിടുന്ന് വീണ്ടും മുന്നിലേക്ക് വഴി കാണുന്നുണ്ട്. അവിടുന്ന് വീണ്ടും മുന്നിലേക്ക് ഇല്ല. ഞാൻ ഏകദേശം എൻ്റെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഒന്നും വ്യക്തമാവില്ല എന്ന് ഉള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ വീഡിയോ തൽക്കാലം എടുക്കുന്നത് നിർത്തുകയാണ്. വെറുതെ ഇരുട് മാത്രം കണ്ടിട്ട് എന്താ കാര്യമല്ലേ. പിന്നെ ഗുഹയുടെ ഏറ്റവും അറ്റത്തെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് വവ്വാലുകളെ നമുക്ക് കാണാം. ഇഷ്ടം പോലെ ചെറിയ ചെറിയ വവ്വാലുകളുണ്ട്. അങ്ങോട്ടേക്കൊന്നും ഈ വെളിച്ചം എത്തുന്നില്ല എന്നതല്ലാണ്. അതുപോലെ തന്നെ ക്ലാരിറ്റിയും വളരെ കുറവാണ്. ഈ സാധനം മാന്തുവോ വവ്വാൽ? എന്താ അറിയില്ല. ഒരുപാടുണ്ട് ഇവിടെ. ചെറുതാണ്. എന്തായാലും ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ, കിട്ടുമോ നോക്കാം. എന്തിട്ട്? അയ്യോ ഇല്ല. ഇതൊക്കെ ആ കാണുന്ന കറുത്ത പാടൊക്കെ വവ്വാലുകളാണ് കേട്ടോ. ഞാൻ നടന്ന് ക്ഷണിച്ചു. ഞാനിത് കാണുന്ന ആ വെളിച്ചമുണ്ടല്ലോ, അവിടുന്ന് നടന്ന് താഴേക്ക് ഇറങ്ങി വന്നതാണ്. ഞാൻ ഗുഹയുടെ ഏറ്റവും എൻഡിലാണ് ഇപ്പം നിൽക്കുന്നത്. ഏറ്റവും എൻഡിലല്ല, ആ കാണുന്ന ഭാഗത്തേക്ക് ഒരു ഇറക്കം കൂടിയുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഒരു ചെറിയൊരു, ഇത് മഴക്കാലത്ത് എന്തായാലും നല്ല രീതിയിൽ വെള്ളം പാസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. വെള്ളം ഒഴുകിയതിൻ്റെ പാടുകളൊക്കെ നമുക്ക് കാണാം. ഒന്നുകൂടി ഇറങ്ങിയിട്ട് ഇവിടെ ഇഷ്ടം പോലെ പോലുണ്ട്. ഇല്ല, ഇത് നടക്കില്ല. ഈ വെളിച്ചം ആവില്ല. ഞാൻ അവിടുന്ന് മേലേക്ക് കയറി വന്നു. അങ്ങ് ഏറ്റവും എൻ്റെ വരെ ഞാൻ എത്തി. പക്ഷേ ഒന്നും കാണുന്നില്ല. ഭയങ്കര ഇരുടാണ്. ഫോണിൻ്റെ വെളിച്ചം അതിനെ കൊണ്ട് മാത്രം ഒന്നും ആവില്ലല്ലോ. നല്ല ടയർഡായി. കാരണം ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കമാണ്. ഇങ്ങനെ പാറ, അതായത് എന്താ പറയേണ്ടത്, ശരിയായ വഴിയൊന്നുമല്ല. പിന്നെ ആളുകൾ നടന്നിട്ട് ചില സ്ഥലങ്ങളിൽ വഴി പോലെയുണ്ട്. പക്ഷേങ്കിൽ റിസ്ക് അല്ല. ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ടായിരിക്കണം ചിലപ്പോൾ എനിക്ക് ശരിയാണ്, എനിക്കിതിനകത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കുറച്ച് പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു സ്ഥലമൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഒരു 4-5 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. തള്ളല്ല കുമാര, സത്യമാണ്. നന്നായിട്ട് ആസ്വദിക്കാം അങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ ഞാൻ പെട്ടെന്നുള്ളൊരു ഇതിലിറങ്ങി പുറപ്പെട്ടതാണ്. റീല് കാണുന്നു, ഇത് കുറച്ച് കാലമായാലോ ഞാൻ ആലോചിക്കുന്നു പോകണമെന്ന്. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വരണം. ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് കയറും. കുറച്ച് നല്ല പവറുള്ള വെളിച്ചങ്ങളൊക്കെ എടുത്തിട്ട്. നല്ലൊരു സ്ഥലം. 3-4 പേരുണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ ഇവിടുന്ന് മെല്ലെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വെളിച്ചത്തിൻ്റെ ആ ഒരു ഇത് പോകുന്നുണ്ടല്ലേ, നല്ല ഭംഗിയിൽ. അങ്ങനെ പുറത്ത് നമുക്ക് നേരെ മേലെ ആകാശം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇത് നാച്ചുറൽ കേവ് എന്നാണ് ഇവിടെ എഴുതി വെച്ചത് കാണുന്നത്.
പ്രകൃതിയുടെ വരദാനം എന്ന് നാച്ചുറലായിട്ട് ഉണ്ടായതായിരിക്കാം. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്നത് കാണാം. പക്ഷെ അന്നേരം ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ സമ്മതിക്കുമോ, അനുവാദമുണ്ടോ എന്നൊന്നും അറിയില്ല. ഇവിടെ വരുമ്പോൾ ഉച്ചയ്ക്ക് മുന്നേ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ വന്നൊരു സമയത്ത് അവിടുന്ന് താഴേക്ക് വെളിച്ചമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്തേക്ക് വെളിച്ചത്തിൻ്റെ വരവ് തീരെ കുറഞ്ഞിട്ടുണ്ട്. സമയം ഏകദേശം ഇപ്പം 3 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വരുന്നവർ രാവിലെ ഒരു 10 മണി മുതൽ ഒരു 2 മണി വരെ ഉള്ള സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു വെളിച്ചത്തിലൂടെ താഴെ ഈ കുത്തനെ നിർത്തിയ കല്ലിലേക്ക് ഇങ്ങനെ വെളിച്ചം വീശും. അപ്പോൾ അതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതിനകത്തേക്ക് നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവും. ഇപ്പം വെളിച്ചം തീരെയില്ല. ഞാനെന്തായാലും ഒന്നാമതേ ഞാൻ വരുന്നപ്പോൾ മുതൽ ചെറിയ പേടിയുണ്ടായിരുന്നു. എന്തായാലും തിരിച്ചിറങ്ങട്ടെ, പെട്ടെന്ന് മേലേക്ക് എത്തട്ടെ. പിന്നെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ എൻട്രി ഫീസോ ഒന്നും തന്നെ ഇല്ല. ഒരു വീടിൻ്റെ പിറകുവശത്തായിട്ടാണ് ഇതിൻ്റെ എൻട്രി കാണുന്നത്. എന്തായാലും നല്ലൊരു സ്ഥലം. ഇതിനകത്ത് തണുപ്പുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ നടന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് വേർത്ത് കുളിച്ചിട്ടാണ് ഉള്ളത്. എന്തായാലും നല്ല ഇവിടെ നിന്ന് ഇറങ്ങാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ഇവിടെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്ഥലമാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് അതിനുള്ള ഇതൊന്നുമില്ല. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്. കണ്ണിൻ്റെ മുന്നിൽ കൂടെയൊക്കെയാണ് വവ്വാൽ പറന്നു പോകുന്നത്. അങ്ങനെ ഞാനിതാ നടന്ന് എൻട്രിയിലെത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഇതിൻ്റെ ഗുഹയുടെ എൻട്രി. എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ ഞാൻ പറയും. എന്തായാലും അതായത് ഒരു 4-5 പേരൊക്കെ ചേർന്നിട്ട് വരണം, എന്നാലേ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആസ്വാദനം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. അവസാനം ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നാട്ടുകാർ പോലും ഇവിടെ ഇല്ല എന്നുള്ളത്. ഇവിടെ പിന്നെ സാമൂഹ്യ വിരുദ്ധർ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ബിയർ ബോട്ടിലുകളും വെള്ളത്തിൻ്റെ കുപ്പികളും ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. വില വരികയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും ആ ഗുഹയ്ക്കകത്തുള്ള കാഴ്ച. ഈ വീടിൻ്റെ പിറകു വശത്തായിട്ടാണ് നമുക്ക് ഗുഹ കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഒരു 2 പേര് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് എന്തായാലും ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ കണ്ട കാഴ്ചകൾ കൂടി അവർക്ക് കാണാൻ പറ്റില്ല. എന്തായാലും തിരിച്ചു പോട്ടെ.